ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ, അല്ലാഹുവിനെ സൂക്ഷിക്കുന്ന യഥാർത്ഥ ഭക്തരിൽ ഉൾപ്പെടണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. കഴിഞ്ഞ ഖുതുബകളിൽ നമ്മൾ പറഞ്ഞത് ഖബർ ശിക്ഷയ്ക്ക് കാരണമാകുന്ന ചില കാര്യങ്ങളെ കുറിച്ചാണ്. ഒന്ന്, ഒരാൾ മൂത്രമൊഴിച്ചു കഴിഞ്ഞാൽ വൃത്തിയായി ശുദ്ധീകരിക്കാതിരിക്കലും അതിന്റെ 3 ഇനങ്ങളുമാണ് പറഞ്ഞിരുന്നത്. രണ്ടാമത് നമ്മൾ പറഞ്ഞത് നമീമത്ത് പറയലാണ്. മൂന്നാമത്തേത് നമ്മൾ പറഞ്ഞത് കടക്കാരനായി മരിക്കുന്ന അവസ്ഥയാണ്. നാലാമത് നമ്മൾ പറഞ്ഞു വെച്ചത് നെരിയാണിക്ക് താഴെ വസ്ത്രമിടുന്ന അവസ്ഥയാണ്. അതിന്റെ തുടർച്ച എന്നോണം ചില കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാഹ് ഇന്നത്തെ ഖുതുബയിൽ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. ബില്ലാഹി തൗഫീഖ്. മഹാനായ സുമറത്ത് ബിൻ ജുൻദബ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന സുദീർഘമായ ഒരു ഹദീസിൽ നിന്നാണ് ചില കാര്യങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. കാന റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മിമ്മ യുക്സിറു അൻ യഖൂല ലി അസ്ഹാബിഹി, അധിക സമയത്തും സഹാബത്തിനോട് ചോദിക്കുമായിരുന്നു, എന്നും ചോദിക്കുമായിരുന്നു എന്നല്ല, അധികവും ചോദിക്കാറുണ്ടായിരുന്നു, ഹൽ റഅ അഹദും മിൻകും മിനർ റുഖിയ, നിങ്ങൾ ആരെങ്കിലും ഇന്ന് സ്വപ്നം കണ്ടോ എന്ന് ചോദിക്കും. അവരിൽ കണ്ട ആളുകൾ അവരുടെ സ്വപ്നം പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വപ്നത്തിന്റെ വിശദീകരണം പറഞ്ഞു കൊടുക്കും. നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല, കാരണം നമുക്ക് ആർക്കെന്തില്ല, വഹി ഇല്ല എന്നതുകൊണ്ടാണ്. ഒരു ദിവസം സഹാബത്തിനോട് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു, ഞങ്ങൾ ആരും കണ്ടിട്ടില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സ്വപ്നം പറയുകയാണ്. പ്രവാചകന്മാരുടെ സ്വപ്നത്തിന്റെ പ്രത്യേകത അത് വഹിയായിരിക്കും എന്നതാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം മകനെ അറുക്കാൻ വേണ്ടി ഉള്ള കൽപ്പന വന്നതിനെ പറ്റി ഖുർആൻ പറഞ്ഞത് ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹു, ഞാൻ സ്വപ്നം കണ്ടു എന്നാണ് പറയുന്നത്. നമ്മളെ സ്വപ്നം എന്തല്ല, വഹിയൊന്നല്ല കേട്ടോ. ഞാൻ സ്വപ്നം കണ്ടു ഞാൻ പ്രവാചകനാണെന്നൊന്നും പറയാൻ നിൽക്കണ്ട. അത് പ്രവാചകന്മാരുടെ സ്വപ്നം മാത്രമാണ് എന്ത് ചെയ്യാം, വഹി ആവുക. ലഖദ് സദഖല്ലാഹു റസൂലഹു റുഹിയാ ബിൽ മുഅ്മിനീൻ ലതദ്ഖുലുന്നൽ മസ്ജിദൽ ഹറാം. മക്ക വിജയത്തെ പറ്റി പറഞ്ഞിടത്ത് കാണാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വപ്നത്തെ അല്ലാഹു പൂർത്തീകരിച്ചു കൊടുത്തു എന്ന് കാണാം. അപ്പോൾ പ്രവാചകന്മാരുടെ സ്വപ്നം വഹിയാണ്. അത് അധികവും പ്രത്യേകിച്ച് ഫജ്റിന്റെ നേരത്താണ് ഉണ്ടാവുക. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞു, ഇന്നഹു അതാനി ലൈലത ആതിയാൻ, ഇന്നലെ രാത്രി 2 ആളുകൾ എന്നെ
ആ രണ്ടാളുകൾ ഒന്ന് ജിബ്രീലാണ്, മീകാഈലാണ് അലൈഹിമസ്സലാം. വഇന്നഹുമാ ഇബ്തഅസാനി വഇന്നഹുമാ ഖാല ലി ഇൻതലി. എന്നോട് അവർ നടക്കാൻ വേണ്ടി പറഞ്ഞു. അത് ഏതാണ് എന്നത്, എവിടേക്കാണ് എന്നത് വ്യത്യസ്തമായ റിപ്പോർട്ടുകളുണ്ട്. അർദുൽ മുഖദ്ദസ് ആണ് എന്നൊരു റിപ്പോർട്ട് ബുഖാരിയുടേതടക്കം കാണാൻ സാധിക്കും. ഞാൻ അവരുടെ കൂടെ നടന്നപ്പോൾ കിടക്കുന്ന ഒരു മനുഷ്യന്റെ അടുക്കൽ ഞങ്ങളെത്തി. കിടക്കുന്ന മനുഷ്യന്റെ അടുക്കൽ മറ്റൊരാളുണ്ട്, വലിയ പാറക്കല്ലുമായി നിൽക്കുന്നു. ഒരാൾ കിടക്കുകയാണ്, അയാൾ എടുക്കുന്നുണ്ട്, വേറെ മനുഷ്യൻ വലിയ പാറക്കല്ലുമായി നിൽക്കുകയാണ്. ആ കിടക്കുന്ന മനുഷ്യന്റെ തലയിലേക്ക് അയാൾ പാറക്കല്ലിടും. അയാളുടെ തല പൊട്ടിച്ചിതറും. അതുകൊണ്ടാണ് ഈ ലാത്തി വീശിനോടത്തും ഏറൊക്കെ നടത്തുന്നത് ഹെൽമെറ്റ് ഇട്ടിട്ട് പോലീസുകാർ വരിക, മറ്റു സാധനങ്ങളൊക്കെ ഇട്ടിട്ട്. അത് തലക്ക് കൊള്ളരുത് വിചാരിച്ചിട്ടാണ്. ഒരു കല്ലെടുത്ത ഒരാൾ വാങ്ങി ആദ്യം തലക്കാണ് എന്ത് ചെയ്യുക, സൂക്ഷിക്കും നമ്മൾ. ആ തല പൊട്ടിച്ചിതറുന്ന അവസ്ഥ, ആ കല്ല് ഉരുണ്ടു പോകും. എറിഞ്ഞയാൾ ആ കല്ലെടുക്കാനായി പോകും. അയാൾ ആ കല്ലെടുത്ത് വരുമ്പോഴേക്ക് ഇയാളുടെ തല റെഡിയാകും. വീണ്ടും എറിഞ്ഞു പൊട്ടിക്കും. ഏതുവരെ ഉണ്ടാവുക? ഒരു തവണയല്ല. ഖിയാമത്ത് നാൾ വരെ ആ അദാബ് അയാൾ അനുഭവിക്കണം. ആരെന്ന് ഞാൻ പറയാം ഇൻഷാ അല്ലാഹ്. ഇനി പറയാൻ പോകുന്ന ആളൊക്കെ എന്ത് ചെയ്യണം? അയാൾ മരിച്ചത് മുതൽ ഖിയാമത്ത് നാൾ വരെ ഇത് അനുഭവിക്കണം. അല്ലാഹു നമ്മെ കാക്കുമാറാവട്ടെ. അത് കഴിഞ്ഞാൽ പിന്നെ പരലോകത്ത് വേറെ ഉണ്ടാവും. അയാള് തല പൊട്ടിച്ചിതറി മറ്റയാൾ വീണ്ടും എറിഞ്ഞുകൊണ്ടേ ഇരുന്നപ്പോൾ കൂടെ പോയ ജിബ്രീലിനോടും മീകാഈലിനോടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുബ്ഹാനല്ലാഹ് മാ ഹാദാ. ഇവരാരാണെന്ന് ചോദിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു നടക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്. നമ്മളപ്പോ ഹദീസ് ഫുള്ള് പറയുന്നില്ല, ആ ഹദീസിന്റെ ഉത്തരം പറയുന്നിടത്തേക്ക് നമ്മൾ പോവുകയാണ്. ഹദീസ് ഫുള്ള് വായിച്ച് അർത്ഥം പറയുന്നതിലപ്പുറം എല്ലാ സംഭവങ്ങളും കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത് അറിയാം, ഇത് ആരാന്ന് പറഞ്ഞു കൊടുക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളൊരു വിഷയത്തിന്റെ സൗകര്യത്തിന് വേണ്ടി നേരത്തെ പറയുന്നു എന്ന് മാത്രം. അവസാനം പറഞ്ഞു കൊടുത്തു, ഈ തല പൊട്ടി ചിതറുന്നയാൾ രണ്ടു കാരണങ്ങളാണ് അയാൾക്കുള്ളത്. തലേന്ന് മുടി പോയി തുടങ്ങുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാറ്, പരമാവധി ആദ്യം അഡ്ജസ്റ്റ് ചെയ്ത് നോക്കും. പിന്നെ ഫുള്ള് പോയ പിന്നെ വേറെ രക്ഷയില്ലാന്ന് വെച്ചിട്ട് ഒഴിവാക്കും. തുടക്കത്തിലൊക്കെ പോയിന്ന പോലത്തെ അങ്ങനെയാ ചെയ്യുക അല്ലെ. ഇപ്പം കാണുമ്പോൾ പിന്നെ ഫുള്ളോട് പോയ പിന്നെ ശീലമായി മാറും. തലനെ അത്രയും പ്രൊട്ടക്ട് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക നമ്മൾ നടക്കുക. അതിനാണ് പല ഓയിലും പല ക്രീം ഒക്കെ വാരി കോരി തേച്ചിട്ട് എന്ത് ചെയ്യുന്നത്, മുടി തലയൊക്കെ നമ്മൾ വൃത്തിയായി കൊണ്ടടക്കുന്നത്. റോഡ് സൈഡിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാകും, ഹെൽമെറ്റ് ഇട്ടാല് തല പൊട്ടിച്ചെതറൂല എന്നുള്ള ചില എഴുത്തുകളൊക്കെ നമ്മൾ ഇങ്ങനെ കാണാറുണ്ട്. ഈ തലക്കാണ് എന്ത് ചെയ്യുന്നത് തകർക്കപ്പെടുന്നത്. അയാളെ പ്രത്യേകത എന്ത്, അയാളെ പ്രശ്നം എന്ന് വെച്ചാൽ അയാൾ ഖുർആൻ എന്ത് ചെയ്യും സ്വീകരിക്കും, പക്ഷെ ഖുർആനിനെ സ്വീകരിക്കാത്ത തള്ളിക്കളയുന്ന ആളാണ്. ഏറ്റവും നല്ല കലാം ഏതാ? വഖൈറുൽ കലാമി കലാമുല്ലാഹ്. ഏറ്റവും നല്ല സംസാരം ഏതാ? കലാമുള്ളയാണ്, അള്ളാഹുവിൻ്റെതാണ്. ആ അള്ളാഹുവിന്റെ സംസാരമാണ് ഏത്? ഖുർആൻ. 6236 ആയത്തുകളിലൂടെ അല്ലാഹു തആല മനുഷ്യരോട് സംസാരിച്ചതാണ് വിശുദ്ധ ഖുർആൻ. ആ ഖുർആനിനെ നമുക്ക് ലഭിക്കാനായി കിട്ടിയ ഖുർആൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിട്ടിയ ഖുർആൻ നമുക്ക് ലഭിക്കാനായി അങ്ങേയറ്റ ത്യാഗമാണ് ആര് ചെയ്തത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തത്. ലാ തുഹർരിക ബിഹി ലിസാനക ലിതഅജല ബിഹി ഇന്ന അലൈനാ ജംഅഹു വ ഖുർആനാ ഫഇദാ ഖറഅനാഹു ഫത്തബിഉ ഖുർആനാ ثم ഇന്ന അലൈനാ ബയാനാ. ഖുർആൻ ആദ്യ കാലത്ത് ഇറങ്ങിയപ്പോൾ നബിക്ക് ഒരു ബേജാറ്, മറന്നു പോകുമോ? മറന്നുപോയ പ്രശ്നമല്ല, ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കണ്ടല്ലോ. ഇവിടെ ബേജാറാക്കിയപ്പോൾ അള്ളാഹ് പറഞ്ഞു, നിങ്ങൾ ബേജാറാവണ്ട, ഞാൻ എന്ത് ചെയ്തരാം, നിങ്ങളെ മനസ്സിലതിനെ ഇഫ്ളാക്കി തരാം. സുമ്മ ഇന്ന അലൈനാ ബയാന, ഞാൻ തന്നെ വിശദീകരിച്ചും തരാന്ന് പറഞ്ഞു. അതാണെന്ത്
ഹദീസ് എന്നുള്ളത്. പക്ഷെ ഇന്ന് ആളുകൾ എന്താ വെച്ചാൽ ഖുർആനിൽ നിന്ന് എന്ത് ചെയ്യാണ്, അതൊന്നും പോവുകയാണ്. ഞാൻ ഉണ്ടോ നിങ്ങളുണ്ടോ എന്ന് മാത്രമാണ് ചിന്തിക്കേണ്ടത്. നമ്മൾ ഇന്ന് ഖുർആൻ ഓതിയോ ഇന്നലെ ഓതിയോ എന്നൊക്കെ ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും. ഇന്നിപ്പോ പള്ളിയിൽ കുറെ ആളുകൾ കുറവാണ്. എന്താ, ഒരു വോട്ട് ചെയ്യാൻ വേണ്ടി ആൾക്കാർ എന്ത് ചെയ്യണം, നാട്ടിൽ പോയതാണ്. പോയ ചില ആൾക്കാർ വന്നതാണ്. എത്ര ത്യാഗമാണ് ചെയ്തത് അല്ലേ? ചില ആൾക്കാരെ ഞാൻ പോയി എത്ര ചെയ്താലും ഒരു ജയിക്കൂല. ചില ആൾക്കാരെ ഞാൻ പോയിട്ട് ഇന്നാണ് എന്റെ അവകാശമാണ് എന്നാണ് പറയുന്നത് അല്ലേ? വോട്ട് അവകാശം, എന്റെ അവകാശം എന്നൊക്കെ വെച്ച് സ്റ്റാറ്റസ് ഒക്കെ വെച്ച് പോയ ആൾക്കാരും വന്ന ആൾക്കാരൊക്കെ ഉണ്ടാകും. പക്ഷെ അള്ളാഹുവിന്റെ കലാമ് പഠിക്കൽ എന്റെ ബാധ്യതയാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? വിശുദ്ധ ഖുർആൻ സൂറത്ത് ഫുർഖാനിലെ 30-ാമത്തെ ആയത്തിൽ ഇങ്ങനെ പറഞ്ഞു, വഖാല റസൂൽ യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറാ. അല്ലാഹുവേ, എന്റെ ഉമ്മത്ത് ആരാ? എന്റെ ഉമ്മത്ത് ആരാ? ഞാനും നിങ്ങളുള്ള ഉമ്മത്താണ്. ആര്? ഉമ്മത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവര് ഖുർആനിനെ തള്ളിക്കളഞ്ഞു എന്നാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയാറുള്ള സംഭവമാണ്. അതിനെപ്പറ്റി പണ്ഡിതന്മാർ ഇങ്ങനെ വിശദീകരിച്ചു. ഹജറുൽ ഖുർആനി അൻവാഉ, കുറെ ഇനങ്ങളുണ്ട് അതിൽ. അതിലൊന്ന് ഫമൻ ഹജറൽ ഖുർആന ഹജറത ഹജറത തിലാവതിഹി, തിലാവത്ത് ചെയ്യുന്നത് ഒഴിവാക്കുന്ന ആൾക്കാരാണ് ഒരു വിഭാഗം ആൾക്കാർ. രണ്ടാമത്തെ വിഭാഗം ആൾക്കാര് ഹജറുതി ഇസ്തിമാഇഹി, കേൾക്കുന്നത് ഒഴിവാക്കുന്ന ആൾക്കാരാണ്. ചില ആളുകൾക്ക് ഖുർആന്റെ ആയത്തിന്റെ സ്റ്റാറ്റസ് വെച്ചിട്ടുണ്ടാവും. ചില അത് നമ്മൾ ചെയ്യാൻ നോക്കുമ്പോൾ അത് സ്കിപ്പ് ചെയ്ത് കൊടുക്കും. കേൾക്കാൻ തോന്നുന്നുണ്ട് നമുക്ക്. ആ ഒരു മിനിറ്റ് ഒരു 30 സെക്കൻഡ് കേൾക്കാൻ തോന്നും. എന്നാൽ വേറെ എന്തെങ്കിലും ഒരു വാർത്ത, വേറെ എന്തെങ്കിലും വിഷയമാണെങ്കിലും ചോദിക്കും, അന്ന് എനിക്ക് അയച്ചു തരുമോ എന്ന് ചോദിക്കും. അപ്പൊ നമ്മൾ അതിൽ പെട്ടോ നോക്കാം. വമൻ ഹജറൽ ഖുർആനി ഹജറ തഅല്ലുമിഹി, പഠനത്തിൽ നിന്ന് മാറി നിൽക്കുന്നവരും നാളെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരലോകത്ത് പറയുന്ന ആളുകളിൽപ്പെട്ടവർ നമ്മൾ പഠിക്കലുണ്ടോ എന്നാണ് ചിന്തിക്കേണ്ടത്. വമൻ ഹജറൽ ഖുർആനി ഹജറ തദബ്ബുരിഹി, അതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കലും അതിൽപ്പെട്ടതാണ്. അത് അമൽ ചെയ്യാതിരിക്കലും, ഖുർആനിന്റെ വിധി അംഗീകരിക്കാതിരിക്കലും, ഖുർആനിനെ ചികിത്സയായി ഉപയോഗിക്കാതിരിക്കലും ഒക്കെ അതിൽപ്പെട്ടതാണ് എന്നാണ്. അത് നമ്മൾ ഉണ്ടാവുമെന്ന് മാത്രമാണ് എന്ത് ചെയ്യണത്, ചിന്തിക്കേണ്ടത്. അപ്പൊ അയാളെ തല പൊട്ടിച്ചെതിരാനുള്ള കാരണം അയാൾ ഖുർആനിനെ സ്വീകരിക്കാതെ ഖുർആനിന്റെ ആളാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരാണ്. ഞാൻ നിങ്ങൾക്ക് ഖുർആന്റെ ആൾക്കാരല്ലേ? ആണ്. പക്ഷെ അത് പൂർണ്ണമായി കവറിൽ ഉത്തരം പറയാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. രണ്ടാമത്തെ കാരണം എന്താ പറയുക, അയാൾക്ക് വയനാമു അനിസ്വലാത്തിൽ മക്തൂബ, ഫർള് നിസ്കാരത്തിന്റെ നേരത്ത് കിടന്നുറങ്ങും. കിടന്നുറങ്ങുന്ന ഫർള് നിസ്കാരം ഏതാ? നിർബന്ധമായിട്ട് കിടന്നുറങ്ങുന്ന ഫർള് നിസ്കാരം ഏതാ? അത് സുബഹിയാണ്. ബാക്കി നേരത്തെ ഉറക്കലൊക്കെ പെടാം. എല്ലാ സമയത്തും ഉറങ്ങുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. ജുമാക്ക് വരെ ഉറങ്ങുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അതല്ല ഉദ്ദേശിച്ചത്. ഡ്രൈവ് ചെയ്യുമ്പോൾ ഉറങ്ങുന്ന ഇതൊന്നല്ല ഉദ്ദേശിച്ചത്. പകരം ഉറങ്ങുന്ന സമയത്ത് ഉള്ള ഫർള് നിസ്കാരം ഏതാ? അത് സുബഹിയാണ്. ജമാഅത്തിന്റെ നേരത്ത് കിടന്നുറങ്ങുന്ന ആള്, സുബഹിന്റെ നേരത്ത് കിടന്നുറങ്ങുന്ന ആള് ഒരു 5:40, 5:55, 6 മണിക്കൊക്കെ അല്ലേ ബാംഗ്ലൂരിലൊക്കെ പള്ളിയില്. അതിന് മുമ്പ് നിസ്കാരം അറിയുന്നുണ്ടോ? 5:35 മുമ്പ് നിസ്കാരം അറിയുന്നുണ്ടോ? ഉണ്ടാവില്ല. ഒക്കെ ഏകദേശം അങ്ങോട്ട് എത്തിക്കണല്ലേ. എന്നിട്ട് നമുക്ക് കിട്ടിയോ എന്നാണ് ആലോചിക്കേണ്ടത്. ജമാഅത്ത് കിട്ടാൻ വേണ്ടി എടങ്ങേറായി യാത്ര ക്രമീകരിക്കുന്ന ആളുകളുണ്ട്. ഇവിടെ വെളിപ്പുറത്ത് ഒരുപാട് ജമാഅത്തുകൾ ഉണ്ടായിട്ടും കിട്ടാറില്ലെങ്കിൽ ആ വിഭാഗത്തിൽ നമ്മൾ പെടും. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ തദഹറ ഫീ ബൈതിഹി, ആരെങ്കിലും ഒരാൾ അയാളുടെ വീട്ടിൽ നിന്ന് ഓതുവെടുത്തു, സുമ്മ മശാ ഇലാ ബൈതിൻ മിൻ ബുയൂതില്ലാഹ്, അല്ലാഹുവിന്റെ പള്ളികളിലേക്ക് അയാൾ നടന്നു, ഫരീളത്തുൻ മിൻ ഫറായിദില്ലാഹ് ലിയഖ്ലിയ ഫരീള, ഫർള് നിർവഹിക്കാൻ വേണ്ടിയാണ് അയാൾ പോയത്. അപ്പൊ പെരീ നിസ്കരിച്ചാ പോരാ, വീട്ടിൽ നിന്ന് റൂമിൽ നിന്ന് നിസ്കരിച്ച പോരാ. എവിടെ നിസ്കരിക്കണം? ബൈത്തുമിൻ ബുയൂത്തില്ല, അള്ളാഹുവിന്റെ വീടുകളിൽ വെച്ച് നിസ്കരിക്കണം. അതേതാ? ഫീ ബുയൂത്തിൻ അദിനല്ലാഹു അൻ തുർഫഅ വയുദ്കറ ഫീ ഇസ്മുഹു യുസബ്ബിഹു ഫീഹാ ബിൽ ഉദൂവി വൽ ആസാൽ, രാവിലെയും വൈകുന്നേരവും റബ്ബിന്റെ നാമം പ്രകീർത്തിക്കാനായി ഉണ്ടാക്കാൻ ആവശ്യപ്പെട്ട ചില വീടുകളുണ്ട്. റിജാലുൻ ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹ്, ആ പള്ളികളിൽ റിജാലുൻ ചില പുരുഷന്മാരുണ്ട്. ഇപ്പൊ നാട്ടിലെ ചർച്ച എന്താ പറയുക, പെണ്ണ് പള്ളിയിൽ പോകാൻ പറ്റുമോ പറ്റൂല, നിർബന്ധമാണോ അല്ലേ എന്നൊക്കെയാണ് ചർച്ച. ആ പള്ളിയിൽ ആരുണ്ടെന്നാണ് അറിയുന്നത്?
റിജാലുൻ, ചില പുരുഷന്മാരുണ്ട്. ആ പുരുഷന്മാരിൽ ഞാനും നിങ്ങളുണ്ടോ എന്നാണ് ചിന്തിക്കേണ്ടത്. ആ പള്ളിയിലുള്ള ചില പുരുഷന്മാർ. റിജാലുൻ ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹ്, അവരുടെ കച്ചവടങ്ങളും ക്രയവിക്രയങ്ങളും അവരെ ദിക്റുള്ളയിൽ നിന്ന് തടയുന്നില്ല. വൈഖാമിസ് സ്വലാത്ത്, നമസ്കാരം നിലനിർത്തുന്നതിലും വഈതാഇസ് സകാത്ത് കൊടുക്കുന്നതിൽ നിന്നും. കച്ചവടം ഉണ്ടെങ്കിലും തിരക്കുണ്ടെങ്കിലും ഓഫീസ് ഉണ്ടെങ്കിലും ഒക്കെ പള്ളി പോണ ചില മനുഷ്യന്മാരുണ്ട്. ചില മനുഷ്യന്മാര് റിജാലുൻ എന്നാണ് പറഞ്ഞത്, എല്ലാരും ഉണ്ടെന്ന് പറഞ്ഞില്ല. എന്തേപോലെ അങ്ങനെ പോയത്? രാത്രി 12 മണിക്ക് ഷോപ്പ് അടച്ച് ക്ഷീണിച്ച് ഭക്ഷണം പിന്നെ എന്തേപോലെ സുബൈക്ക് പോയത്? എന്തേ അവര് കടയിൽ നിന്ന് ക്രമീകരിച്ച് ജമാഅത്തിന് പോയത്? കാര്യങ്ങൾ കേട്ടോ. അതിന്റെ വകെ യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ. യഖാഫൂന യൗമ, അവർക്കൊരു ദിനത്തെ പേടിയാണ്. തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ, കണ്ണുകളും ഹൃദയങ്ങളും ഇളകി മറിയുന്ന ആ ദിനത്തെ പേടിച്ചിട്ടാണ് എത്ര വലിയ കച്ചവട തിരക്കുകളും ജീവിത വ്യവഹാരങ്ങളും ഉണ്ടായിട്ടും ജമാഅത്തിന് പള്ളികളിലേക്ക് പോയവർ ലിയജ്സിയഹുമുല്ലാഹു അഹ്സന മാ അമിലു, അവർ ചെയ്തതിന്റെ പ്രതിഫലം റബ്ബ് അവർക്ക് നൽകും. വയസീദഹും മിൻ ഫദ്ലിഹി, അവന്റെ ഫദ്ല്. അതേതാ ഫദ്ല്? ഏതാ? അല്ലാഹുവിനെ കാണാം. അല്ലാഹുവിനെ കാണാം. രാവിലെ വൈകുന്നേരം നിസ്കരിക്കുന്ന ആളുകൾക്ക് അല്ലാഹുവിന്റെ വജ്ഹ് കാണാൻ പറ്റുന്ന ഹദീസുകൾ കാണാം. ഫജ്റും അസ്റൊക്കെ ശ്രദ്ധിക്കുന്ന ആളുകൾക്ക് എന്നാണ്. വല്ലാഹു യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. അങ്ങനത്തെ ആൾക്കാർക്ക് കണക്കില്ലാതെ പടച്ചോ തിന്നാൻ കൊടുക്കും. എവിടെ പടച്ചാൽ തിന്നാൻ തരാൻ കണക്കില്ലാതെ? ദുനിയാവിലാണെന്നുണ്ട് പരലോകത്താണ്. നിങ്ങൾ എത്ര കച്ചവടത്തിൽ കെട്ടിമറിഞ്ഞാൽ, കച്ചവടം മീൻസ് കച്ചവടക്കാരൻ മാത്രമല്ല കേട്ടോ, ഇനി IT ഫീൽഡാണ്, ഏത് ഫീൽഡാണെങ്കിലും നമ്മളെ ജീവിക്കാനുള്ള ജീവിത മാർഗങ്ങൾ എത്ര കെട്ടിമറിഞ്ഞാലും ബറക്കത്ത് തരേണ്ടത് ആരാണ്? അള്ളാഹുവാണ്. ആ അള്ളാഹു ബറക്കത്ത് തരാൻ എന്തേ പറഞ്ഞറിയോ? നിസ്കാരത്തിന്റെ നേരത്ത് നിങ്ങൾ എവിടെ പോണെന്നാ പറഞ്ഞേ? റൂം നിസ്കരിച്ചാൽ പോരാ, ഓഫീസ് നിസ്കരിച്ചാൽ പോരാ, പള്ളിയിൽ പോയിട്ട് എന്ത് ചെയ്യണം? നിസ്കരിക്കണം എന്നാണ് അള്ളാഹു തആല പറഞ്ഞത്. അള്ളാഹുവിന്റെ കൽപ്പനയാണ് ആ കാര്യം. അങ്ങനത്തെ ചില പുരുഷന്മാരുണ്ട്, പള്ളികളിൽ പോകുന്ന ചില ആളുകളുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, അതിൽ പ്രത്യേകിച്ച് നമ്മൾ എന്ത് ചെയ്യണം? സുബഹ് എന്ത് ചെയ്യണം? ശ്രദ്ധിക്കും. നമുക്കിപ്പോ എന്താ കാരണമല്ലേ? ഒരു അന്ധനായ മനുഷ്യനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വന്നു. കണ്ണുപൊട്ടനായ ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഇന്നഹു ലൈസ ലീ ഖാഇദുൻ യഖൂദുനി ഇലാ സ്വലാത്ത്. അല്ലാഹുവിന്റെ റസൂലേ, പള്ളിയിലേക്ക് എന്നെ കൊണ്ടുപോകാൻ ഒരു വഴി കാട്ടിയില്ല. ഞാൻ എന്റെ വീട്ടിൽ നിന്ന് നിസ്കരിക്കട്ടെ. ഫഅദിന ലഹു, വീട്ടിൽ നിസ്കരിച്ചോളൂ, നിങ്ങൾ കണ്ണാണൂലല്ലോ എന്നാര് പറഞ്ഞു? ഇതിൽ പറയുന്നുണ്ടോ കണ്ണാണത്തല്ലോ? ആരുമില്ല. ഈ പള്ളിയിൽ ഇരിക്കണ ആരും കണ്ണാണത്തല്ലോ. ആ കണ്ണാണാത്ത ആൾക്ക് എന്ത് ചെയ്തു? എന്നാ സാരല്ല പോട്ടെ എന്ന അനുവാദം കൊടുത്തു. അപ്പൊ വഹി ഇറങ്ങി. അയാളെ തിരിച്ചു വിളിച്ചു എന്നാണ്. തിരിച്ചു തിരിഞ്ഞു പോകുന്ന കണ്ണു കാണാത്ത മനുഷ്യനോട് പള്ളിയിലേക്ക് വരാതിരുന്നാൽ വീട്ടിൽ നിസ്കരിച്ചാൽ മതി എന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ നാവുകളിൽ നിന്ന് ഫത്വ കേട്ട് തിരിച്ചു പോകുന്ന മനുഷ്യനോട് തിരിച്ചു വിളിച്ച അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അതസ്മഉൻ നിദാ, ബാങ്ക് കേൾക്കാറുണ്ടോ നീ? കുഞ്ഞു വിചാരിക്കും എന്റെ വീട്ടിലേക്ക് ബാങ്ക് കേൾക്കൂല, ഞാൻ ഉറങ്ങിയ ബാങ്ക് കേൾക്കൂല, ബാങ്ക് കേൾക്കാൻ സമയമാവാൻ അലാമൊക്കെ എല്ലാം എന്തെങ്കിലും പറ്റും. നബി കേൾക്കണ്ട്. അന്ന് നബി ഒന്നോളം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകർക്ക് കാരുണ്യാണ് ആര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബിയാണ് പറഞ്ഞത്, ബാങ്ക് കൊടുക്കണ ഈ പള്ളികൾക്ക് വന്നോണ്ടില്ല, കണ്ണാണില്ല എന്ന് എന്ത് ചെയ്യണ്ട, നോക്കണ്ട. ഇനി പറയൂ സുഹൃത്തുക്കളെ, സുബൈ മിസ്സാക്കാൻ എനിക്കും എന്തെങ്കിലുമൊക്കെ കാരണങ്ങളുണ്ടോ? ഇനി ഒരു ഹദീസ് കേട്ടോ. അജിബ റബ്ബുനാ തബാറക വതആല മിർ റജുലൈൻ. രണ്ട് മനുഷ്യന്മാരെ വിഷയത്തിൽ റബ്ബിദ അത്ഭുതപ്പെട്ടിരിക്കുന്നു. റജുലുൻ സാറഅൻ ബിതോഇഹി വലിഹാഫിഹി മിൻ ബൈനി ഹിബ്ബിഹി വഅഹ്ലിഹി ഇല സ്വലാ. സുബഹിന്റെ നേരത്തെ വിരിപ്പുകൾ മാറ്റി കുടുംബത്തെ മാറ്റി വെച്ച് പള്ളിയിലേക്ക് പോകുന്ന മനുഷ്യനെ നോക്കി അല്ലാഹു അത്ഭുതപ്പെട്ടു. പുതച്ചും വിരിച്ചൊക്കെ കിടക്കപ്പോഴാണ് ബെഡ്ഷീറ്റൊക്കെ വെച്ച് ഉച്ചക്ക് കുറഞ്ഞ പോയിട്ട് കിടക്കുക ചെയ്യുക അല്ലേ?
അസറിനൊക്കെ ഷോപ്പിൽ നിന്ന് ലീവ് കിട്ടി ഓഫീസിൽ നിന്ന് കിട്ടി പോയ കിടക്കും. പക്ഷെ വിരിച്ച് റെഡിയായി ഉറങ്ങാപ്പോയാ അത് സുബൈക്കാണ്. ആ വിതാഹും ലിഹാഫൊക്കെ മാറ്റി വെച്ചയാൾ പള്ളിയിലേക്ക് വരും. പ്രഭാതത്തിന്റെ സമയത്ത് അല്ലാഹു മലക്കുകളോട് പറയും, ആ അടിമയിലേക്ക് ഒന്ന് നോക്കൂ മലായിക. അയാൾ ആരെന്നറിയോ? അയാൾ വിരിപ്പിൽ നിന്ന് അയാൾ എണീറ്റിരിക്കുന്നു. അയാളുടെ മേലിട്ട പുതപ്പിൽ നിന്ന് അയാളുടെ വീട്ടുകാരവിടെയുണ്ട്, പ്രിയപ്പെട്ടവരുണ്ട്. പള്ളിയിലേക്ക് അയാൾ പോയി. എന്റെ അടുക്കലുള്ള കാരുണ്യത്തെ പ്രതീക്ഷിച്ചാണ് ആ മനുഷ്യൻ പോയത്. അയാളെ നിങ്ങൾ നോക്കൂ എന്ന് പറയും. ഇന്ന് രാവിലെ പടച്ചോൻ അങ്ങനെ പറഞ്ഞു. ആരൊക്കെ ഉണ്ടായിന്? ആ പറഞ്ഞതിലേ മലക്കാളോട് പറഞ്ഞില്ല. ഇന്ന് രാവിലെ മലക്കാളെ നോക്കി അയാൾ സുബൈക്ക് പള്ളിക്ക് പോയിക്കണം. ഒന്ന് മനസ്സിൽ കൈ ഉയർത്തി മനസ്സിൽ ഞാൻ ഉണ്ടായിരുന്നു ഇല്ലെങ്കിൽ സുഖം തീരുമാനിച്ചോളി. എന്റെ ജീവിതത്തിൽ എത്ര കെട്ടിമറിഞ്ഞാലും അള്ളാഹു ബർക്കത്ത് തരൂല. ഇപ്പൊ ഉണ്ടെങ്കിലോ അതൊന്നും പോകാൻ എന്തെങ്കിലും വലിയ സമയമൊന്നും വേണ്ട. അണ്ടേ അള്ളാഹു ഒരു പാലട്ട അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കണം പറയാം. നമ്മൾ സാധാരണ പാലട്ട ചോടി അള്ളാഹുലേക്ക്. നമുക്ക് ത്യാഗികളാണ്, ത്യാഗങ്ങേറ്റം ചെയ്തവരാണ്, ദുനിയാവിന്റെ കാര്യത്തിലാണ് എന്ന് മാത്രം. അതുകൊണ്ട് ഇബ്നു ഉസൈമീൻ റഹ്മഹുല്ലാഹ് പറഞ്ഞൊരു വാക്കുണ്ട്, ഇസ്അൽ നഫ്സക, ഇസ്അൽ നഫ്സക, നിന്റെ നഫ്സിനോട് നീ ചോദിച്ചോ, അനി സ്വലാത്തി ഫി വഖ്തിഹാ വൽ മുആഫദതി അലൈഹാ, ആ വഖ്തിനെ കൃത്യമായി നീ നിസ്കരിക്കലുണ്ടോ എന്ന് ചോദിച്ചോ. ഖുസൂസൻ സ്വലാത്തുൽ ഫജ്രി, പ്രത്യേകിച്ച് ഫജ്ർ. ഇൻ കുൻത മിൻ അഹ്ലിഹാ വബിൻതിളാമി, നീ ഫജ്ർ കൃത്യമായി നിസ്കരിക്കുന്ന മുറുകെ പിടിക്കുന്ന ആളാണെങ്കിൽ ഫഅലം, ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി പറയട്ടോ, ഫഅലം, നീ മനസ്സിലാക്കിക്കോ, അന്നക മുഅ്മിൻ, ഈ മുഅ്മിനാണ്. ലൈസ ബൈനക വബൈനൽ ജന്നതി ഇല്ലാ അൻ തമൂത്, സ്വർഗ്ഗത്തിലേക്ക് പോകാൻ നീ മരിച്ച കിട്ടിയാൽ മതി, എങ്കിൽ നീ അതിന്റെ ആളാണ്. വഇൻ കുൻത വയ്യഅതഹ, നീ അത് മിസ്സാക്കണ ആളാണെങ്കിൽ ഫസാരിഅ ഇലാ ഇൻഖാദി നഫ്സി, നീ നിന്റെ മനസ്സിനോട് ചില ധൃതി കാണിച്ചോ അള്ളാഹുവിലേക്ക് മടങ്ങാൻ എന്നാണ്. ഇസ്ലാമിക ലോകത്ത് പേർഷ്യക്കാർ റസൂലുള്ളാഹിയുടെ കാലത്തല്ല, മുസ്ലിം സ്വപ്നം കണ്ടിട്ടുണ്ട് ഖന്തഖ് യുദ്ധത്തിലൊക്കെ പേർഷ്യ ഇസ്ലാമിലേക്ക് വരുന്നത്. ആ പേർഷ്യ ഇസ്ലാമിലേക്ക് വന്ന ഒരു ഘട്ടമുണ്ട്. ആ യുദ്ധത്തിന് പറയാൻ തുസ്തർ യുദ്ധം. അവരുടെ തുരുപ്പ് ചീട്ടായിരുന്നു ഹുർമുസാൻ. അയാൾ പരാജയപ്പെട്ട് പേർഷ്യ ഇസ്ലാമിലേക്ക് വന്നൊരു നിമിഷമുണ്ട്. ആ നിമിഷത്തെ പറ്റി ബക്കർ ബിൻ ഖലഫ് പറയാണ്, ദഖൽതു അലാ അനസ് ബിൻ മാലിക്. അനസ് ബിൻ മാലിക് ആരെ മനസ്സിലായോ? വിശ്വാസത്തിന്റെ സേവകനൊക്കെ ആയിരുന്നു 10 അല്ലേ? ഞാൻ അയാളുടെ അടുത്ത് ചെന്നു. അയാൾ ഡമസ്കസിലാണ് ഉള്ളത്. തുസ്തറ യുദ്ധത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു. തുസ്തറ യുദ്ധത്തിൽ പേർഷ്യ ഇസ്ലാമിക ലോകത്തേക്ക് കൊണ്ടുവന്ന അവസാനത്തെ വിസിൽ മുഴങ്ങിയ സമയമില്ലേ, ഇസ്ലാമിക ലോകത്തിന് പേർഷ്യ കീഴടങ്ങിയ സമയം, തുസ്തറ യുദ്ധത്തിന്റെ സമയം. ആ യുദ്ധത്തെ പറ്റി പറഞ്ഞപ്പോൾ അനസ് ബിൻ മാലിക് പൊട്ടിക്കരഞ്ഞു. എന്നിട്ട് അയാൾ അപ്പോൾ ബക്കർ ബിൻ ഖലഫ് ചോദിച്ചു, എന്താ യുദ്ധത്തെ പറ്റി ചോദിച്ചപ്പോ കരയുന്നു. അയാൾ എനിക്കൊന്നും അറിയില്ല, എന്നോട് തുസ്തറിനെ പറ്റി ചോദിക്കേ വേണ്ട. എന്തേ കാരണം അറിയോ? എന്താണ് ഈ തുസ്തർ? ഞങ്ങൾക്ക് സുബഹിന്റെ സമയം അല്പം വൈകി, ജമാഅത്ത് മിസ്സായി. യുദ്ധക്കളത്തിൽ പൊരിഞ്ഞ പോരാട്ടം നടന്ന് ഇസ്ലാമിക ലോകത്തിന്റെ പതാക ഉയരങ്ങളിലേക്ക് പറക്കുമ്പോൾ സുബഹിന്റെ ജമാഅത്ത് മിസ്സായതിന്റെ പേരിൽ തുസ്തറ യുദ്ധത്തിന്റെ ആഘോഷങ്ങളെ കുറിച്ച്, വിജയത്തെ കുറിച്ച് പറയുമ്പോൾ അനസ് ബിൻ മാലിക്കിന് കരച്ചിൽ. അല്ലാഹുമാറാവട്ടെ. സുഹൃത്തുക്കളെ, എവിടെ ഞാനും മക്കളും നിങ്ങളല്ല, ഞാൻ ഇടക്കല്ല ആൾക്കാർ എവിടെയാണെങ്കിലും ഒന്ന് ആലോചിച്ചു. അല്ലാഹു അവന്റെ ഏറ്റവും നല്ല അടിമകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വഅഖൂലു ഖൗലി ഹദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി കഫാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ മുസ്തഫ ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ഒരിക്കൽ കൂടി റബ്ബിനെ സൂക്ഷിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നാളെ ഒരു വിജയവും പരാജയവും ഒക്കെ തീരുമാനിക്കുന്ന ചർച്ചകളുടെ സമയമായിരിക്കും. മഹാനായ ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, വമൻ നജാസ്, എന്താണ് ഈ വിജയം എന്ന് പറഞ്ഞാൽ?
എത്ര ഭൂരിപക്ഷത്തിന് ജയിച്ചെന്നോ, ഏത് ചിഹ്നം ജയിച്ചെന്നോ, ആര് ജയിച്ചെന്നോ എന്നല്ല ചോദിച്ചത്. യഥാർത്ഥ വിജയം എന്താണെന്ന് ചോദിച്ചു. നാളെ ചില വിജയങ്ങളുടെ കഥകളും വാർത്തകളും വരുമ്പോൾ വിശ്വാസികളെ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ട ഒരു ഹദീസ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അംസിക് അലൈക ലിസാന, നിന്റെ നാവിനെ നീ പിടിച്ചു വെച്ചു. നാവിനെ പിടിച്ചു വെച്ചോ എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കണമൊക്കെ അതിൽ കൊടുട്ടോ. വലിയ സാഹബൈതു, നീ നിന്റെ വീട്ടിൽ ഒതുങ്ങി കൂടിക്കോ. എല്ലാത്തിനും പോയി എന്തെയ്യണ്ട, തലയിടേണ്ടതില്ല. വബകി അലാ ഖതിയതിക, നിന്റെ പാപങ്ങളെ കുറിച്ച് നീ ഓർത്ത് കരഞ്ഞു. നാളത്തെ ഒരു ദിവസം അതീവ സൂക്ഷ്മതയോടുകൂടി ഇടപെടേണ്ടവരാണ് വിശ്വാസികൾ. വിശ്വാസികളല്ലാത്തവർക്ക് ഒരു പ്രശ്നമില്ല, അവർക്ക് എന്തും ചെയ്യാം. പരസ്പരം ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ പറഞ്ഞ് തങ്ങളുടെ ജയത്തിനു വേണ്ടി എല്ലാവരും കളിക്കണം, എല്ലാവരും കണക്കാണ്. വിശ്വാസികൾ അവരുടെ പരലോകം നഷ്ടപ്പെടാത്ത ക്രമീകരണങ്ങളാണ് നടത്തേണ്ടത്. നാളത്തെ ദിവസവും നമുക്ക് നിർണായകമാണ്. ചില സ്ഥാനാർത്ഥികൾക്കും ചില പാർട്ടികൾക്കും നിർണായകമായതിനേക്കാൾ വിശ്വാസികൾക്ക് അതിനേക്കാൾ നിർണായകമാണെന്ന് തിരിച്ചറിയുക. അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുക, അള്ളാഹുവിന്റെ നല്ലവരായ ഇബാദുകളിൽ ഉൾപ്പെടുക. അള്ളാഹു അവന്റെ നല്ലവരായ ആബിദീങ്ങൾക്ക് ഒരുക്കി വെച്ച ജന്നത്ത് നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. യഥാർത്ഥ വിജയം വരിക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات توفنا مسلمين والحقنا بالصالحين. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. والحمد لله رب العالمين. عباد الله أقيموا الصلاة.